ഇവിടെ നമ്മുടെ ഗ്രൂട്ട് ഒരു ചെളിക്കുഴി കണ്ട് അതിലെ ചെളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ അതിലേക്ക് ഇറങ്ങി കുളിക്കാൻ തുടങ്ങി. അവൻ ആ ചെളിക്കുഴിയുടെ അരികിലുള്ള സ്റ്റീം അടച്ചതും അത് നേരെ വെള്ളത്തിലേക്ക് വന്ന് എല്ലാം ചെറുതായി ചൂടാവാൻ തുടങ്ങി. ആ സമയത്ത് അതിലൂടെ വന്ന ഒരു ബട്ടർഫ്ലൈനെ പിടിച്ച് പിഴിഞ്ഞ് അതിന്റെ കളറെല്ലാം വെള്ളത്തിലേക്കാക്കി വെള്ളമെല്ലാം അവൻ കളർഫുൾ ആക്കി. എന്നിട്ട് അവൻ ആ ചെളി എടുത്ത് അവന്റെ തലയിലേക്ക് തിരികിലുള്ള ഒരു കുക്കുംബർ എടുത്ത് കണ്ണിലും വെച്ചു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ ആ മണ്ണ് തേച്ചെടുത്തെല്ലാം ഇലകൾ മുളച്ചിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ അവൻ ആ ഇലകളൊക്കെ കണ്ട് പേടിച്ചെങ്കിലും അവന്റെ റിഫ്ലക്ഷൻ കണ്ട് അവന്റെ കൈകൾ തന്നെ കത്രികയാക്കി ആ ഇലയെല്ലാം ഒരു ഡിസൈൻ പോലെ കട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആ ഇലകളെല്ലാം വാടിക്കൊഴിയാൻ തുടങ്ങി. വീണ്ടും ഗ്രൂട്ട് ആ ചെളിയിൽ പോയി ആ ചെളിയെല്ലാം വാരി അവന്റെ തലയിൽ തേച്ച് പിടിപ്പിച്ചു. അങ്ങനെ അവിടെ വീണ്ടും ഇലകൾ മുളച്ചു. അങ്ങനെ ഓരോ തവണ ഇലകൾ പൊഴിയുമ്പോഴും അവൻ ആ മണ്ണെടുത്ത് ദേഹത്ത് തേച്ച് ഓരോ ഡിസൈൻ ആക്കി കളിക്കാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം കണ്ട ഒരു ഏലിയൻ പറവ അവന്റെ ദേഹത്തെ ഇലയെല്ലാം കൊത്തി പറിച്ച് താഴെ ഇട്ടു. വീണ്ടും അവൻ മണ്ണ് വാരി തേക്കാൻ പോയപ്പോഴേക്കും ആ കുളത്തിലെ മണ്ണെല്ലാം കഴിഞ്ഞിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് തന്നെ നോക്കി ചിരിക്കുന്ന ആ പക്ഷിയെ നോക്കി അവൻ നിന്നു. പെട്ടെന്നാണ് അവന് മറ്റൊരു ഐഡിയ കിട്ടിയത്. അവൻ ആ ഏലിയൻ പക്ഷിയുടെ ഭംഗിയുള്ള തൂവലുകൾ പറിച്ചെടുത്ത് ഒരു ഷോള് പോലെ ചുറ്റി നടക്കാൻ തുടങ്ങി. ഈ സമയത്ത് തൂവലെല്ലാം പൊഴിഞ്ഞ് ആ പറവയുടെ അവസ്ഥ ഇതായിരുന്നു.